എടി നീ ഈ ചെറിയ പ്രായത്തിൽ ഇഷ്ടം പോലെ ചോക്ലേറ്റ് തിന്ന് ഇപ്പൊ നീ മുതുക്കായില്ലേ ഇനി എന്തിനാണ് അയ്യോ നിനക്ക് ഓർമ്മയില്ലാത്തതിന് നീ കൊച്ചിലെ തിന്ന ചോക്ലേറ്റിന്റെ കണക്ക് നിനക്ക് അറിയാമോ? കണക്ക് പറയാതെ നാടി വാങ്ങിച്ചു തന്നേന്. സോപ്പിടണ്ടേ, ഒരുപാട് സോപ്പിടണ്ടേ. ഇപ്പഴാണെങ്കിൽ ഡാഡിയുടെ പൈസ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു വലുത് മേടിച്ചോണ്ടെന്നാ പിന്നെ ഇനി ഈ ഒരു വർഷത്തേക്ക് വേണ്ട. ശരി, ഒരു വലിയ ചോക്ലേറ്റ് 5-ൻ്റെത് മേടിച്ചോണ്ട് 5 രൂപയുടെ. കളിക്കല്ലേ, നീ കഴിക്കാൻ വല്ല എടുക്കാൻ പറ. എങ്കിൽ നീ മേടിച്ചൊരു വലുത്. റൊണാൾഡോ എവിടെ? അങ്കിൾ അവിടെ പല്ലിക്കുന്നു. അപ്പൊ എണീറ്റല്ലേ അവൻ? അപ്പൊ മറ്റേതൊക്കെ അല്ലേ? റൊണാൾഡോ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടേ? ഒത്തിരി നാളിന് ശേഷം സ്വസ്ഥമായിട്ടൊന്നുറങ്ങി. ജയിലിൽ അതേ ശാന്തി സമാധാനം. ചപ്പാത്തി നിക്കറി ഇല്ലെന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പൊതുവെ പറഞ്ഞപ്പോ എന്റെ കൂട്ടത്തിൽ പുള്ളി ഭയങ്കര സാഹിത്യമാ. എടി നിന്റെ തള്ളേരെടുത്ത് കഴിക്കാൻ വല്ലോ എടുക്കാൻ പറ. മുത്തേങ്ങ വന്നേ. തങ്കം ചേട്ടത്തി കലിപ്പിലാന്ന് തോന്നല്ലേ? അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തന്നെ. നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടാ. അല്ല അത് പോട്ട് റൊണാൾഡോ, എന്താണ് നിന്റെ പദ്ധതി? ഒരുപാട് പദ്ധതികൾ ഇങ്ങനെ തല ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഇതുവരെ പദ്ധതികളൊന്നും തീരുമാനമായില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഒരെണ്ണം ഉരുത്തിരിഞ്ഞ് വന്നിട്ട്. പറയും. അച്ചമ്പിയുടെ പാർട്ടി പൊതുവെ വീക്കാണല്ലോ. അപ്പം ഞാനും കൂടെ ക്ലീറ്റോ മച്ചമ്പിയുടെ പാർട്ടിയിലോട്ട് കയറി അതിനൊന്ന് നൂത്തെടുത്താലോ എന്നൊരാലോചന ഇല്ലായ്മ. എൻ്റെ പൊന്ന് മച്ചമ്പി, ഞങ്ങളെ പാർട്ടി ഇപ്പോൾ വലിയ പരിക്കില്ലാതെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നിന്നെ തീറ്റിപ്പോറ്റാൻ ബക്കറ്റ് വീട് എടുക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് അത് വേണ്ട. തീറ്റയുടെ കാര്യം പറഞ്ഞപ്പോഴാ ചേട്ടത്തിയമ്മ പറ്റണതാ വിശന്ന് കുടല് കരിയുന്നു. എനിക്കെല്ലാം ക്ലീറ്റോ മച്ചമ്പിക്ക്. അതൊക്കെ പറഞ്ഞാൽ മതി. ഇവിടെ എല്ലാവർക്കും ചെവി കേൾക്കാൻ മച്ചമ്പി. സാന്ദ്രം കണ്ടല്ലേ ആ വീട്ടിൽ ജയില് മാതിരി എന്തോ ഒരു പരുക്കനായിട്ടാണ് എന്നോട് പെരുമാറിയെന്നറിയാം. സത്യം പറഞ്ഞാൽ ലില്ലി പെണ്ണ് അവിടെ എങ്ങനെയാ മാക്കാടൻ്റെ കൂടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ ഗതികേടായിപ്പോയി. നമ്മൾ സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ചും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം കഴിച്ചില്ല എന്നുണ്ടെങ്കിലേ വല്ലാത്ത ഒരു ക്ഷീണം. കുഴപ്പമില്ല. ഇവിടൊക്കെ ആണെങ്കിൽ ഈ സാന്ദ്രം ഉണ്ട്. അവിടെ ആണെങ്കിൽ ഇതൊന്നുമില്ല. സമയത്തൊരു ഒരു വക തരത്തില്ല. മോള് കഴിച്ചാ കഴിക്ക്. അമ്മച്ചി പ്രത്യേകം പ്രത്യേകത ആഹാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തങ്കത്തിന്റെ അടുത്ത് ചെന്നാൽ സേഫാണ്. ഒരു സ്നേഹമില്ലാതില്ല കേട്ടോ. വെള്ളം കൂടെ കൊടു. അല്ല, കഴിച്ച് കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ദോശ ഇറങ്ങി പോകത്തില്ല. എപ്പോൾ കഴിച്ച് കഴിയും? ഇപ്പം തീർക്കാം. സമാധാനത്തിൽ കഴിച്ചാൽ 1 മണിയാകുമ്പോൾ ഊണ് കഴിക്കണ്ടല്ലേ? കൊണ്ടുവരും. എന്താണെന്നറിയത്തില്ല, വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല. അതെനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ നീ എന്നെ കൂടെ പിടിച്ച് തിന്നോന്നുള്ളൊരു പേടിയായിരുന്നു. സമാധാനത്തിൽ കഴിച്ചാൽ മതി കേട്ടോ. അച്ചമ്പയുടെ ഈ കൗണ്ടറടിയാണ് എനിക്ക് ഇഷ്ടം. അമ്മച്ചി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. ചേട്ടൻ അടിപൊളി. കൂടുതൽ കഴിക്കുന്നില്ല, ഉച്ചയ്ക്ക് കഴിക്കണ്ടേ?